ഹൈ, നല്ല മാച്ചിങ് ഓറഞ്ച് കളർ കടിച്ച് തിന്നാൻ തോന്നുന്നു. വാട്ടവർ. നമ്മൾ ഈ സ്മാർട്ട് ഫോൺ പോലുള്ള കോമ്പാക്ട് ഡിവൈസുകളെ പാട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. ഈ സി ഡിയിലും VHS ഡിവൈസുകളിലൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ഇതുപോലത്തെ ഡിവൈസുകളൊക്കെ പാട്ട് കേൾക്കാൻ ഹെൽപ്ഫുൾ ആയത് .mp3 എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫയൽ ഫോർമാറ്റാണ്. പറഞ്ഞിരുന്നത് .mp3നെ കുറിച്ചൊന്നും മനസ്സിലായില്ലേ? ഈ .mp3 എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നതിൽ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ .mp3 എങ്ങനെയാണ് ആദ്യമായിട്ട് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഇച്ചിരി ഡ്രാമാറ്റിക്കാണ്. അതായത് വർഷം 1994. അന്ന് MPEG-1 എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ഫോർമാറ്റിലാണ് പാട്ടുകളൊക്കെ ഉള്ളത്. MPEG-1 എന്ന് പറഞ്ഞാൽ ഒരു ലോസി ഫോർമാറ്റാണ്. കേൾക്കാൻ വലിയ കോണമൊന്നുമില്ല, ഒടുക്കത്തെ ഫയൽ സൈസാണ്. ഈ സി ഡിയിലും VHS ഡിവൈസുകളിലൊക്കെ പാട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റ്. അന്ന് ജർമ്മനിയിലെ വാട്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ഓഡിയോ ഫയൽ ഫോർമാറ്റ് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അന്ന് .mp3 എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റ് ഒരു ബീറ്റ ടെസ്റ്റിംഗില്ല. എന്നിട്ട് ഈ സ്റ്റുഡൻറ്റ് എന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 4-5 പാട്ട് എടുത്ത് ഈ .mp3 ഫയൽ ഫോർമാറ്റിലോട്ട് കംപ്രസ് ചെയ്തിട്ട് കൈ വെക്കാണ്ട് പുള്ളി അതെടുത്ത് BBS, അതായത് ഇന്നത്തെ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു പാട്ട് മെറ്റാലിക്ക എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ അൺടിൽ ഇറ്റ് സ്ലീപ്സ് എന്ന് പറഞ്ഞ മ്യൂസിക് ആയിരുന്നു. കോമഡി എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടുമായിട്ട് ആൽബം പോലും അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ക്യാഷ്വലായിട്ട് മെറ്റാലിക്കയുടെ ഒരു അൺറിലീസ്ഡ് പാട്ട് ലീക്ക് ചെയ്ത് പിന്നെ പറയണ്ടല്ലോ, ഫയൽ സ്പ്രെഡായി ലക്ഷക്കണക്കിന് പേര് കണ്ട്. എനിക്ക് തോന്നുന്നു അതോടെ തോന്നി ഈ മെറ്റാലിക്ക പൈറസിക്കെതിരെ ഇത്ര ഫോർ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കാൻ തുടങ്ങിയത്. ആക്ച്വലി 1995 .mp3 ഫയൽ ഫോർമാറ്റ് ഒഫീഷ്യലി ലോഞ്ച് ആവുന്നത്. പക്ഷേ അതിന് മുന്നേ 1994 തന്നെ ഈ ഇൻസിഡൻറ്റോടെ .mp3 ഫയൽ ഫോർമാറ്റ് അതിൻ്റെ ബീറ്റ സ്റ്റേജിലെ പോപ്പുലറായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ .mp3യുടെ റവല്യൂഷൻ തുടങ്ങുന്ന മിക്ക ടെക്നോളജികളിലും പോലെ ഏതെങ്കിലും ബോർഡ് റൂമിലോ ഏതെങ്കിലും ഓർഗനൈസേഷൻ ഓഫീസിലൊന്നും അല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡോർമെട്രിയില്ല. ആലോചിച്ച് നോക്കി .mp3 ഫയൽ ഫോർമാറ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിലോ നമ്മൾ മറ്റേ CD ഒക്കെ സൈഡിൽ തൂക്കിയിട്ട് പാട്ടൊക്കെ കേട്ട് വലിയ പെട്ടിയൊക്കെ തൂക്കിയിട്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്നെ. ഒരു പാട്ട് ലീക്കായിട്ടാണെങ്കിൽ എന്താ നമ്മളൊക്കെ അങ്ങ് പുരോഗമിച്ചു പോയെന്ന്. എന്താ ചെയ്യാം? ശരി എന്നാൽ ബൈ തരാം.